Hi all, welcome to another video of Boolean algebra. നമ്മൾ കഴിഞ്ഞ വീഡിയോകളായിട്ട് എന്താണ് ബൂളിയൻ ആൾജിബ്ര, അതുപോലെ തന്നെ ഒരു ബൂളിയൻ ആൾജിബ്രയിൽ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, അതുപോലെ തന്നെ കുറച്ച് ഓപ്പറേഷൻസ് കണ്ടു, പോസ്റ്റ്ലേറ്റ്സ് ആൻഡ് തിയറംസും കണ്ടു. ഇനി ഈ ബൂളിയൻ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ്ലേറ്റ്സും തിയറംസും യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കും. ലെങ്തി ആയിട്ടുള്ള ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ ചിലപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മളിപ്പോൾ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഒരു ലോജിക് സർക്യൂട്ടിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂളിയൻ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോജിക് സർക്യൂട്ടും സിംപ്ലിഫൈഡ് ആയിട്ട് വരും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ കാണാൻ നമ്മൾ നോർമലി ഇത് സാധാരണ ഒരു മെത്തേഡാണ്, സാധാരണ ഒരു ആൾജിബ്രായിക് മെത്തേഡാണ്. നമ്മൾ പോസ്റ്റ്ലേറ്റ്സും തിയറംസും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അതായത് ഓരോ പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ആവുമോ നോക്കാം. വേറെ മെത്തേഡ്സ് ഉണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി. ഇത് നമ്മുടെ നോർമൽ പ്രൊസീജിയർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ a പ്ലസ് a കോംപ്ലിമെൻറ്റ് ഡോട്ട് b, ഇങ്ങനെ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ a പ്ലസ് a കോംപ്ലിമെൻറ്റ്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ a പ്ലസ് a കോംപ്ലിമെൻറ്റ് dot a plus b. By using distributive law പറയുന്നത് a plus b dot b equal to a plus b dot a plus c. Next a plus a complement equal to 1 ആണ്. 1 dot a plus b equal to a plus b. കാരണം ഒരു വേരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടി ഓർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ആയിരിക്കും കിട്ടുക. കാരണം ഇത് ട്രൂ ആണെങ്കിൽ ഇത് ഫോൾസ് ആയിരിക്കും. ട്രൂ പ്ലസ് ഫോൾസ് എന്ന് പറയുന്നത് എന്തായാലും ട്രൂ ആയിരിക്കും. ഇത് ഫോൾസ് ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും. അപ്പം ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ട്രൂ ആയിരിക്കും. സിൻസ് a പ്ലസ് a കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1. നെക്സ്റ്റ് 1 ഡോട്ട് a പ്ലസ് b ഈക്വൽ ടു a പ്ലസ് b ആണ്. 1 ഡോട്ട് a പ്ലസ് b ഈക്വൽ ടു a പ്ലസ് b ആണ്. കാരണം 1 ഡോട്ട് a ഡോട്ട് 1 ഈക്വൽ ടു a ആണ്. നമുക്കിത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കിട്ടി. a പ്ലസ് ബി എന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഇത് ഈ ലോജിക് സർക്യൂട്ട് വരയ്ക്കുന്നതിനേക്കാണ് നല്ലത്. നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി, രണ്ടും കൂടി ഓർഡർ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തു. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, രണ്ട് വേരിയബിൾസ് ആണ്, ഇനി ഒരിക്കലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. a ഡോട്ട് a കോംപ്ലിമെൻറ്റ് പ്ലസ് ബി, ഇതിൻ്റെ തന്നെ ഡ്യുവലായിട്ട് വരും. ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ a ഡോട്ട് a കോംപ്ലിമെൻറ്റ് പ്ലസ് a ഡോട്ട് ബി, ഡിസ്ട്രിബ്യൂട്ടീവ് ലോയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. a ഡോട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ a ഡോട്ട് ബി പ്ലസ് സി ഈക്വൽ ടു a ഡോട്ട് ബി പ്ലസ് a ഡോട്ട് സി. ഇനി a ഡോട്ട് a കോംപ്ലിമെൻറ്റ് തരുന്നത് 0 ആയിരിക്കും. ഒന്ന് ട്രൂ ഒന്ന് ഫോൾസ് ആയിരിക്കും. അപ്പം എന്തായാലും ആൻഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഫോൾസ് വന്നാൽ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. അപ്പോൾ 0 ആണ്. പ്ലസ് a ഡോട്ട് ബി, സിൻസ് a ഡോട്ട് a കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 0. ഇവിടെ a പ്ലസ് a കോംപ്ലിമെൻറ്റ് ഈക്വൽ 1 ആണ്. a ഡോട്ട് a കോംപ്ലിമെൻറ്റ് ഈക്വൽ 0 ആണ്. 0 പ്ലസ് a ഡോട്ട് ബി, ഇതിൻ്റെ കൂടെ ഓറാണ് വന്നത്, പ്ലസ് മീൻസ് ഓറാണ്. ഇവിടെ a ഡോട്ട് ബി, സിൻസ് a പ്ലസ് 0 ഈക്വൽ ടു a. നമുക്ക് രണ്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോമാണ് a ഡോട്ട് ബി, ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോമാണ് a പ്ലസ് ബി. ഇതുപോലെ തന്നെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേറൊരു ക്വസ്റ്റ്യൻ a കോംപ്ലിമെൻറ്റ് b കോംപ്ലിമെൻറ്റ് c പ്ലസ് a കോംപ്ലിമെൻറ്റ് ബി സി പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ്. എന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ടേംസ് ഏതെങ്കിലും ഉണ്ടോ അത് നമ്മൾ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ a കോംപ്ലിമെൻറ്റ് സിയും ഇവിടെയും a കോംപ്ലിമെൻറ്റ് സി ഉണ്ട്. ഇങ്ങനെ രണ്ട് കോമൺ ടേംസ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈ രണ്ട് ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് a കോംപ്ലിമെൻറ്റ് സി പുറത്തേക്ക് എടുക്കാം. a കോംപ്ലിമെൻറ്റ് സി ഇതിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ a കോംപ്ലിമെൻറ്റ് സി, ഇതിൽ നിന്ന് a കോംപ്ലിമെൻറ്റ് സി പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഇവിടെ ഉള്ളത് b കോംപ്ലിമെൻറ്റ് മാത്രമാണ്. a കോംപ്ലിമെൻറ്റ് സി ഈ ടേമിൽ പുറത്തേക്ക് എടുത്താൽ ബാക്കി b കോംപ്ലിമെൻറ്റ് ആണ്. പ്ലസ് a കോംപ്ലിമെൻറ്റ് സി ഇവിടുന്ന് പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ളത് b മാത്രമാണ്. പ്ലസ്
കോംപ്ലിമെൻറ്റ്. നെക്സ്റ്റ് എ കോംപ്ലിമെൻറ്റ് സി. ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ആണ്. ഒരു വേരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടി ആഡ് ചെയ്താൽ, ആഡ് മീൻസ് ഓർ ആണ്, ഓർ ചെയ്താൽ ഒരു റിസൾട്ട് ഒരു ഇത് ട്രൂ ആണ്, അപ്പോൾ റിസൾട്ട് 1 ആയിരിക്കും. പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ്. സിൻസ് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1. നെക്സ്റ്റ് എ കോംപ്ലിമെൻറ്റ് സി ഡോട്ട് 1 മീൻസ് എ കോംപ്ലിമെൻറ്റ് സി തന്നെയാണ്. കാരണം 1 കൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ കോംപ്ലിമെൻറ്റ് സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി എ ബി കോംപ്ലിമെൻറ്റ്. സിൻസ് എ പ്ലസ് 1 ഡോട്ട് 1 ഈക്വൽ ടു എ ആണ്. നമുക്ക് ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാം സെപ്പറേറ്റ് വേരിയബിൾസ് ആണ്. ഇവിടെ എ കോംപ്ലിമെൻ്റ് ആണ്, ഇവിടെ എ ആണ്. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് വേർഡ്സുകളാണ്. അപ്പോൾ ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഈ 3 ടേമുകളെ സിംപ്ലിഫൈ ചെയ്തിട്ട് എ കോംപ്ലിമെൻറ്റ് സി പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുത്തു. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതിൽ കോമൺ ടൈമായിട്ട് ഇപ്പോൾ എ ബി ഇവിടെ ഉണ്ട്, ഇവിടെ ബി സി ഉണ്ട്. ഇതിന് ബി പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എ പ്ലസ് സി ആയിട്ട് വരും. ബി എ പ്ലസ് സി. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്കിതിൽ കോമൺ ടേംസ് ഉണ്ടാക്കി നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇതിൽ എല്ലാ ടേമും കൂടി ഇതിന് നമുക്ക് എന്താണ് മിസ്സിങ്, എ ബി സി ഇതിന് 3 വേരിയബിൾസ് മൊത്തത്തിലുണ്ട്. ഇതിലെല്ലാം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ടേമിൻ്റെ ഉള്ളിൽ സി മിസ്സിങ് ആണ്, ഇതിൻ്റെ ഉള്ളിൽ ബി മിസ്സിങ് ആണ്, ഇതിൽ എ മിസ്സിങ് ആണ്. ഈ ടേമിൻ്റെ ഉള്ളിൽ സി എഴുതാനും ഇതിൻ്റെ ഉള്ളിൽ ബി എഴുതാനും ഇതിൻ്റെ ഉള്ളിൽ എ എഴുതാനും ഓരോ ടേമിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ്ട്രാ ഒരു വേരിയബിളും കൂടി ആഡ് ചെയ്യാനും നമ്മൾ അത് ചെയ്യാൻ വേണ്ടി ഓരോ ടേമിൻ്റെ കൂടെ നമ്മൾ 1 കൊണ്ട് ആൻഡ് ഓപ്പറേഷൻ ചെയ്യാം. ഇവിടെ എ ബി ഡോട്ട് 1 പ്ലസ് എ കോംപ്ലിമെൻറ്റ് സി ഡോട്ട് 1 പ്ലസ് ബി സി ഡോട്ട് 1 എല്ലാ ടേമിൻ്റെയും കൂടി 1 എൻഡ് ചെയ്യാം. സിൻസ് എ ഡോട്ട് 1 ഈക്വൽ ടു എ ആണ്, എൻ്റെ കൂടെ 1 എൻഡ് ചെയ്താൽ ഏതെങ്കിലും കിട്ടാം. ഇനി ഈ 1നെ നമുക്ക് ഇവിടെ സിയുടെ ടേമാണ് കൊണ്ടുവരേണ്ടത്. ഈ 1നെ നമുക്ക് ഇങ്ങനെ എഴുതാം, സി പ്ലസ് സി കോംപ്ലിമെൻറ്റ്. സിയുടെ ടേമാണ് ഇതിൽ കൊണ്ടുവരേണ്ടത്. സിൻസ് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 എന്നാണ്. ഈ 1ന് പകരം സി പ്ലസ് സി കോംപ്ലിമെൻറ്റ് എഴുതി. ഇനി ഇവിടെ 1ന് ഇവിടെ ബിയുടെ ടേമാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. ബിയുടെ ഇതിൽ എഴുതാം എ കോംപ്ലിമെൻറ്റ് സി ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. ഇവിടെ കൊണ്ടുവരുന്നത് എയുടെ ടേമാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ബി സി എ പ്ലസ് എ കോംപ്ലിമെൻറ്റ്. ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എ ബി സി പ്ലസ് എ ബി സി പ്ലസ് എ ബി സി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് സി ബി പ്ലസ് എ കോംപ്ലിമെൻറ്റ് സി ബി കോംപ്ലിമെൻറ്റ് ബി സി എ ബി സി എ കോംപ്ലിമെൻറ്റ്. ഇങ്ങനെ നമുക്ക് കിട്ടും. നമ്മൾ എല്ലാ ടേമിലും നമുക്ക് ഇവിടെ ടേമിൽ സി ആക്കണം, ഇവിടെ ബി ഇല്ല, ഇവിടെ എ ഇല്ല. അതാക്കാൻ വേണ്ടി എല്ലാത്തിനെയും കൂടെ ഒരു 1 നമ്മൾ ആഡ് ചെയ്തു. ഇനി ഈ 1നെ നമ്മൾ സിയുടെ ടേമിൽ എഴുതി, ഈ 1ന് ബിയുടെ ടേമിൽ എഴുതി, ഈ 1ന് എയുടെ ടേമിൽ എഴുതി. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ എ സി ബി എന്ന് എഴുതണം. നമുക്ക് ഇപ്പോഴും എ ബി സി ഫോർമാറ്റിലാണ് വേണ്ടത്. ഇത് എ ബി സി, ഇവിടെ എ ബി നമ്മൾ അതുപോലെ തന്നെ എടുത്ത് എഴുതാം. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം, എല്ലാ വേരിയബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി സി എന്ന് കിട്ടും. എല്ലാം ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യാം. കാരണം കമ്മ്യൂട്ടേറ്റീവ് ലോ പറയുന്നത് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ ഡോട്ട് എക്സ് എന്നാണ്. ഇത് എ കോംപ്ലിമെൻറ്റ് സി ബി കോംപ്ലിമെൻറ്റ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി. ഇത് എഴുതുമ്പോൾ എ ബി സി, ഇവിടെ എ കോംപ്ലിമെൻറ്റ് ബി സി. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ സെയിം ടേം വരുന്നുണ്ടോ നോക്കാം, ഒരു പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ വരുന്നുണ്ടോ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ എ ബി സി, അതുപോലെ ഇവിടെയും എ ബി സി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരുമിച്ചായിട്ട് എ ബി സി എന്ന് എഴുതാം. 2 ABC എന്ന് എഴുതി വെക്കരുത്, കാരണം നമ്മുടെ ഇത് ബൂളിയൻ ആൾജിബ്രയാണ്. ഇവിടെ പ്ലസ് ഉദ്ദേശിക്കുന്നത് ലോജിക്കൽ അഡീഷനാണ്. ഇതിനുള്ള എ പ്ലസ് എ ഈക്വൽ ടു എ എന്നാണ് പറയുന്നത്. എ പ്ലസ്
പ്ലസ് എ ഈക്വൽ ടു എ എന്നാണ് പറയുന്നത്. എ ബി സി പ്ലസ് എ ബി സി ഈക്വൽ ടു എ ബി സി ആണ്, നോട്ട് ടു എ ബി സി. നമ്മൾ നോർമൽ അഡീഷൻ അല്ല, ലോജിക്കൽ അഡീഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇനി വലുതും സെയിം ആയിട്ട് വരണ്ടോ നോക്കാം. ഇവിടെ നോക്കണേ, എ കോംപ്ലിമെൻറ്റ് ബി സി, ഇതും എ കോംപ്ലിമെൻറ്റ് ബി സി സെയിം ആണ്. ഇത് ഒരുമിച്ച് എഴുതാം, എ കോംപ്ലിമെൻറ്റ് ബി സി എന്ന് ഒരുമിച്ച് എഴുതാം. ഇതെല്ലാം ഇത് രണ്ടും സെയിം അല്ല, അപ്പോൾ അതുപോലെ തന്നെ എഴുതിയേക്കാം. എ ബി സി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി, ഇങ്ങനെ എഴുതി. ഇനി ഇതിൻ്റെ കോമൺ ആയിട്ട് വല്ല ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ബി സി കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് നമുക്ക് കിട്ടും. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കോമൺ ആയിട്ട് ആ കൂടി ഒന്നും വരുന്നില്ല, ഒന്നും കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഈ 3 ടേംസിൽ ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണം ഇങ്ങോട്ടേക്ക് എഴുതി അങ്ങോട്ടേക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് എന്തെങ്കിലും എല്ലാ ടേമിനും കിട്ടും. അങ്ങനെ എ ബി സി പ്ലസ് എ ബി സി കോംപ്ലിമെൻറ്റ് എഴുതി. തേർഡ് ടൈം ഇങ്ങോട്ടേക്ക് കടത്തി, എ ബി സി കോംപ്ലിമെൻറ്റ്, എ ബി സി പ്ലസ് എ ബി സി കോംപ്ലിമെൻറ്റ്. ഇനി എ കോംപ്ലിമെൻറ്റ് ബി സി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി. ഒന്ന് റീഅറേഞ്ച് ചെയ്തു, എല്ലാ ടേംസുകളും റീഅറേഞ്ച് ചെയ്തു. ഈ 2 ടേമിലും കോമൺ ആയിട്ട് വല്ലതുണ്ടോ നോക്കാം. ഈ 2 ടേമിലും കോമൺ ആയിട്ട് വല്ലതും. ഇതിൻ്റെ ഉള്ളിൽ കോമൺ ആയിട്ട് എ ബി കോമൺ ആണ്, അപ്പോൾ എ ബി എടുത്തു. സി പ്ലസ് സി കോംപ്ലിമെൻറ്റ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വല്ലതും കോമൺ ആയിട്ടുണ്ടോ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എ കോംപ്ലിമെൻറ്റ് സി കോമൺ ആണ്, എ കോംപ്ലിമെൻറ്റ് സി, ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. ഇവിടെ എ കോംപ്ലിമെൻറ്റ് സി എന്ന് പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ബി ആണ് വരാം. ഇവിടെ എ കോംപ്ലിമെൻറ്റ് സി പോയിട്ട് ബാക്കി വരുന്നത് ബി കോംപ്ലിമെൻ്റ് ആണ് വരാം. ഇനി സി പ്ലസ് സി കോംപ്ലിമെൻറ്റ് മീൻസ് 1 ആണ്. ഇവിടെ എ ബി ഡോട്ട് 1 പ്ലസ് ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് മീൻസ് 1 ആണ്. എ കോംപ്ലിമെൻറ്റ് സി ഡോട്ട് 1 കിട്ടി. ഇനി എ ബി ഡോട്ട് 1 മീൻസ് എ ബി ആണ്. എ ബി പ്ലസ് എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് സി ഡോട്ട് 1 മീൻസ് എ കോംപ്ലിമെൻറ്റ് സി ആണ്. ഇവിടെ നമുക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 ആണ്. അതുപോലെ തന്നെ എ ഡോട്ട് 1 ഈക്വൽ ടു എ ആണ്. നമുക്കിതിന് സിംപ്ലിഫൈ ചെയ്തു, ഇതിന് 3 ടേമിൻ്റെ ഇത് സിംപ്ലിഫൈ ചെയ്ത് എ ബി പ്ലസ് എ കോംപ്ലിമെൻറ്റ് സി, ഈ ബി സി എന്നുള്ളൊരു ടേം തന്നെ നമുക്ക് ഇല്ലാതാക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യേണ്ടത് ഇത്ര ഉള്ളൂ നമ്മൾ ചെയ്യണത്. കോമൺ ആയിട്ട് വല്ലതൊക്കെ ഉണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വരുത്തിക്കാൻ വേണ്ടി നോക്കാം. അങ്ങനെ ചെയ്ത് നമ്മളിങ്ങനെ ട്രൈ ആൻഡ് എറർ മെത്തേഡാണ്. അങ്ങനെ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ഓരോ പോസ്റ്റേഴ്സ് നമ്മളിങ്ങനെ ചെയ്ത് ഇങ്ങനെ നോക്കി പോവാം. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും എല്ലാ വേരിയബിൾസും ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എല്ലാ ടേംസിലും എല്ലാ വേരിയബിൾസും ഉണ്ട്. നമ്മൾ 1 കൊണ്ട് ഇൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നോക്കണമെങ്കിൽ ഇനി കോമൺ ആയിട്ട് ടേം ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മൾ ഇതിൽ ഈ 2 ടേം നോക്കണമെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് കോമൺ ആയിട്ട് സെയിം മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ടേംസുകളൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ എ ബി സി, ഇതിൻ്റെ കൂടെ ഒന്ന് മാച്ചായി പോണത് ഇത് എഴുതാം. എ ബി സി കോംപ്ലിമെൻറ്റ് എഴുതാം. എ ബി സി കോംപ്ലിമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കാം ഏതാണ് നല്ലതെന്ന് ചെക്ക് ചെയ്ത് നോക്കി പോകുന്നതാണ് ഈ മെത്തേഡ് പറയുന്നത്. നെക്സ്റ്റ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി പ്ലസ് ഇതിൻ്റെ കൂടെ ഏതാണ് മാച്ചായി പോണത്. ഇതിൻ്റെ കൂടെ ഇവിടെ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ് ഉണ്ട്, അതെടുക്കും. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്. നെക്സ്റ്റ് പിന്നെ ഒരെണ്ണം ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട്, അതെടുത്ത് എഴുതിയിരിക്കും. എ കോംപ്ലിമെൻറ്റ് ബി സി. ഇത് നമ്മൾ ട്രൈ ആൻഡ് എറർ മെത്തേഡാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വെച്ചിട്ട് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ട്രൈ ചെയ്യുക. ഏതെങ്കിലും ടൈം വെച്ചിട്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടും, ആൻസർ കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിൽ കോമൺ ആയിട്ട് വരുന്നത് എ ബി ആണ്. എ ബി എടുത്തു. ബാക്കി ഇതിൻ്റെ ഉള്ളിൽ സി പ്ലസ് ഇവിടെ സി കോംപ്ലിമെൻറ്റ് എഴുതി. ഈ 2 ടേമിന് കോമൺ ആയിട്ടുള്ളത് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്. ഇവിടെ സി പ്ലസ് സി കോംപ്ലിമെൻറ്റ്, ഇവിടെ സി ഉണ്ട്, പിന്നെ ഇവിടെ സി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി സി എന്ന് എഴുതി.
നെക്സ്റ്റ് സി പ്ലസ് സി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 ആണ്. എ ബി ഡോട്ട് 1 പ്ലസ് സി പ്ലസ് സി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് 1 പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി സി എന്ന് കിട്ടി. എ ബി ഡോട്ട് 1 ഈക്വൽ ടു എ ബി ആണ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് 1 ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ആണ്. എ കോംപ്ലിമെൻറ്റ് ബി സി. ഇവിടെ എ ബി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി സി. ഇത് കോമൺ ആയിട്ട് ഇവിടെ എ ബി ആണ് ഉള്ളത്, ഇവിടെ പക്ഷേ ബി സി ആണ് ഉള്ളത്. ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എ ബി സിന്നും ഈ എ ബിന്നും നമ്മൾ എ പുറത്തേക്ക് എടുത്തു, അല്ല ബി പുറത്തേക്ക് എടുത്തു. ബി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളത് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് സി എന്ന് കിട്ടി. എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് സി. ഇവിടെ എ വന്നു, ഇവിടെ എ കോംപ്ലിമെൻറ്റ് സി വന്നു പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്. എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് സി എന്ന് കിട്ടി. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തായിരുന്നു എ പ്ലസ് സി. ഇനി നമുക്കൊന്നും കൂടി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതി എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് സി. എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് എ പ്ലസ് സി. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ആദ്യം പ്രൂവ് ചെയ്ത് ഇതാണ്. ഇനി ബി എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 ആണ്. 1 ഡോട്ട് എ പ്ലസ് സി കിട്ടും. 1 ഡോട്ട് എ പ്ലസ് ബി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് കിട്ടും. ഇനി ഈ എ പ്ലസ് സി ഡോട്ട് 1 മീൻസ് എ പ്ലസ് സി ആണ്. ബി ഇൻറ്റു എ പ്ലസ് സി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കിട്ടാം. ഒന്നില്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്താലും സെയിം തന്നെയാണ്, ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഇതാണ് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോർമാറ്റ്. ഇതിന് എക്സ്പാൻഡ് ചെയ്തിട്ട് എ ബി പ്ലസ് എ സി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് എഴുതാം, അല്ലെങ്കിൽ ബി ഇൻറ്റു എ പ്ലസ് സി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് എഴുതാം. ഇത് നമ്മൾ ഈ എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് സി നമ്മൾ ഡയറക്റ്റ് നമുക്ക് എടുത്ത് എഴുതാം എ പ്ലസ് സിന്ന്. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഒന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ എങ്ങനെ ഫ്ലോ വരുന്ന കറക്റ്റ് നമുക്ക് മനസ്സിലാവും. ബി ഇൻറ്റു എ പ്ലസ് സി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് ഇതിൻ്റെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഫോർമാറ്റ്. ഇതിലെല്ലാ ടേംസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് ടേം ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് കോമൺ ആയിട്ട് ടേം എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് പിന്നെ വീണ്ടും കോമൺ ആയിട്ട് ടേം ആണെങ്കിൽ അത് പുറത്തേക്ക് എടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഫോർമാറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസാണ് കണ്ടത്. ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യണേന്ന്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യേണ്ടത് ട്രൈ ആൻഡ് എറർ മെത്തേഡാണ്. അതായത് നമ്മൾ കുറേ പോസ്റ്റേഴ്സും തിയറംസ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത സെക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസുകൾ കാണാം എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, താങ്ക് യു.